ഭാഗവതത്തിലെ ആദ്യത്തെ അവതാരം മത്സ്യം മുതൽക്കുള്ള 10 അവതാരമല്ല ഭാഗവത്തിൽ. ഭാഗവതത്തിൽ ആദ്യം വരുന്ന അവതാരം വരാഹ അവതാരമാണ്. ഈ വരാഹ അവതാരത്തെ അവതരിപ്പിക്കുകയാണ്. ഞാൻ സമയക്കുറവുള്ളതുകൊണ്ട് ഇത്തിരി ഫാസ്റ്റായിട്ട് പറയുകയാണ്. അപ്പം ആദ്യം കഥ പറയുകയാണ്. അതായത് പണ്ട് ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യപ്രജകളെന്ന് പറയുന്നത് സ്വയംഭുവ മനുവും ശതുരൂപാദേവിയുമാണ്. ആരൊക്കെയാണ്? അവർക്ക് അവര് ഭൂമിയിൽ വസിക്കാൻ നോക്കുമ്പോൾ ഭൂമി കാണുന്നില്ല. ഭൂമിയെയും കൊണ്ട് ഒരസുരൻ പോയി. ആരാണ് ഈ അസുരൻ? ദിതിയുടെ 2 മക്കളായിരുന്നു ഹിരണ്യാക്ഷനും. അപ്പം അതിൻ്റെ പിന്നിൽ കഥ വേറെയുണ്ട്. ഒരു സന്ധ്യാസമയത്ത് ദിതി എന്ന ഭർത്താവിനോട് പറയും, ഞാൻ കാമത്താൽ പീഡിതയാണ്, എന്താ എനിക്ക് എന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുത്രന്മാർ വേണം. പറഞ്ഞു, ദേവി ഇത് സന്ധ്യാസമയമാണ്, ഇപ്പം പുത്രോത്പാദനത്തിന് പറ്റിയൊരു സമയമല്ല, ദേവി എന്നെ പ്രേരിപ്പിക്കരുത്. പക്ഷെ ദേവി പറഞ്ഞു, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പുത്രോത്പാദനം ചെയ്ത് ശപിച്ചു കളഞ്ഞു, നിനക്കുണ്ടാകുന്ന പുത്രന്മാർ അസുരന്മാരായി തീരട്ടെ. അങ്ങനെയാണ് ദിതിയിൽ ഹിരണ്യാക്ഷനെന്നും ഹിരണ്യകശിപുവെന്നും 2 പുത്രന്മാർ. അതിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ അപഹരിച്ചു എന്നാണ്. ചില്ലറ മോഷണമൊന്നുമല്ല. ഇതൊക്കെ ഇപ്പം സ്വർണം മോഷ്ടിച്ചു, അല്ലെങ്കിൽ വള മോഷ്ടിച്ചു, അത് മോഷ്ടിച്ചു എന്നൊക്കെ പറയും. ഇത് ഏത് തന്നെ മോഷ്ടിച്ചു? ഭൂമിയെ തന്നെ. അതിപ്പോൾ എങ്ങനെയാണ് മോഷ്ടിക്കുക എന്നൊക്കെ നോക്കാം നമുക്ക്. കാര്യം ഭൂമി ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഏതായാലും അങ്ങനെ ഭൂമിയെ മോഷ്ടിച്ച് ഭൂമിയിൽ വസിക്കാൻ ഭൂമിയില്ല. സ്വയംഭൂമനും ശതുരൂപാദേവി ഇരുന്ന് ധ്യാനനിരതരായി. അവരുടെ മുന്നിൽ ബ്രഹ്മാവ് പ്രകടമായി. ആ ബ്രഹ്മാവും ധ്യാനനിരതനായി ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു ഉഗ്രസാധനം പുറത്ത് ചാടി. അന്ന് കോവിഡ് ഇല്ലാത്ത കാലമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം മൂക്കിൽ നിന്നൊരു സാധനം ചാടിയത് ടെസ്റ്റ് ചെയ്യാൻ പോയില്ല. പിന്നെ എന്ത് ചെയ്തു? അതാണ് പിന്നീട് ഒരു ഉഗ്രരൂപമായി മാറി വരാഹ രൂപമായി അവതരിച്ചത്. അപ്പോഴേക്കും വരാഹത്തെ എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി. ആ വരാഹത്തെ വിളിക്കുന്നത് യജ്ഞവരാഹം എന്നാണ്. എന്താണ്? ആ വരാഹമൂർത്തി തൻ്റെ തേറ്റമേൽ രസലോകത്തിൽ ഒളിപ്പിച്ചു വെച്ച ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് വച്ചു ഹിരണ്യാക്ഷനെ വധിച്ച കഥയാണ് വരാഹ അവതാര കഥ. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭാഗവത്തിൽ പറയണ്ട, ഞാൻ ചുരുക്കി പറഞ്ഞു മാത്രം, കാരണം സമയമില്ലാത്തതുകൊണ്ട്. അപ്പം നമുക്കറിയാം ഭൂമിയെ ഒന്നും ഒരാൾക്കും അപഹരിക്കാൻ സാധ്യമല്ല. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? ഭൂമിയെ അപഹരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമെടുക്കേണ്ടത് ശ്രദ്ധിക്കുക. വരാഹം എന്ന വാക്കിന് ഞാൻ പറഞ്ഞു യജ്ഞവരാഹമാണ്. ആരാണ്? യജ്ഞവരാഹം. അപ്പം ഇവിടെ ഹിരണ്യാക്ഷൻ ഭൂമിയെ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെടുക്കണം? ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിക, മനസ്സിനെ അപഹരിക്കുന്ന സ്വാർത്ഥതയും അസൂയയും, നേരത്തെ പറഞ്ഞില്ലേ 3 ആസക്തിയുമൊക്കെയാണ് ഏത്? ഈ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത്. ഹിരണ്യാക്ഷൻ. അപ്പം ഹിരണ്യാക്ഷൻ എന്ത് ചെയ്യും? മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും സുഖവും എന്ത് ചെയ്യും? അപഹരിച്ചു കളയും. ഇതിനെ രസലോകങ്ങളിൽ കൊണ്ടു നിർത്തും. എന്താ രസലോകം? നാം അനുഭവിക്കുന്ന ഓരോരോ കൊച്ചു കൊച്ചു രസങ്ങളിൽ മനസ്സ് വയ്ക്കും. ഇപ്പം നിങ്ങൾ വൈകുന്നേരം സീരിയൽ അടിമയായാൽ അതൊരു രസലോകമാണ് നിങ്ങളുടെ. അതുപോലെ ചിലർക്കാണെങ്കിൽ പരദൂഷണം ഒരു രസലോകമാണ്. ചിലർ അമ്പലത്തിൽ പോകുന്നതേ അങ്ങനെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനാണ്. ഇല്ലേ? പലതരത്തിലുള്ള ആൾക്കാരില്ലേ? പലതിലും സുഖം കണ്ടെത്തുന്നവരില്ലേ? കള്ളു കുടിച്ച് സുഖം കണ്ടെത്തുന്നവരുണ്ട്. ഉണ്ടോ? പലതിലും സുഖം കണ്ടെത്തുന്നവർ. ഈ തരത്തിൽ അവനവൻ്റെ സ്വാർത്ഥ സുഖത്തിൽ മുഴുകി അങ്ങനെ അവനവൻ്റെ ലോകത്തെ പരിമിതപ്പെടുത്തുന്നവരെയാണ് ഹിരണ്യാക്ഷൻ എന്ന് പറയുക. ആരാണ്? സ്വാർത്ഥ സുഖങ്ങളിൽ മുഴുകുന്നവരാണ്. പറഞ്ഞില്ല. സ്വാർത്ഥ സുഖങ്ങളിൽ മുഴുകുന്നവരാണ് ഹിരണ്യാക്ഷൻ. അപ്പം ഈ ഹിരണ്യാക്ഷൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾക്ക് അറിയില്ലേ അങ്ങനെ ഒരാളെ? ഹിരണ്യാക്ഷൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ?
എവിടെയുണ്ട്? അടുത്തിരിക്കുന്ന ആളല്ല, നമ്മളിലൊക്കെ ഒരു ആരുണ്ട്? അപ്പം മൊബൈലിൽ തോണ്ടിയിരിക്കുമ്പോൾ മനസ്സിലാക്കണം, കുട്ടിയുടെ ഉള്ളിലൊരു ഹിരണ്യാക്ഷനുണ്ട്. കാരണം അവനവൻ്റെ സ്വാർത്ഥ സുഖങ്ങളിൽ രമിക്കുന്നതിൻ്റെ പേരാണ് രസലോക ജീവിതം. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിക. ഭൂമിയെ, മനസ്സിനെ ഉണർത്തുന്നത് കൊണ്ടാണ് ഭഗവാനെ ഭൂമൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? നിങ്ങൾ നാരായണീയത്തിൽ ഈ ഭൂമൻ എന്നുള്ള പ്രയോഗമൊക്കെ ഭട്ടതിരിപ്പാട് പറയും. ഭൂമൻ കായേന വാചാ മുഹുരവി മനസാ ദുൽബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം. ഇതെവിടെയാണ് ശ്ലോകം? 91-ാം ദശകത്തിലെ 2-ാം ശ്ലോകം. ഭൂമൻ കായേന വാചാ മുഹുരവി മനസാ ത്വൽബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം. എന്താണ്? ത്വയ്യസോ അർപ്പയാമി ജാത്യാപീഹശ്വഭാഗത്വയി നിഖിലമനകർമ്മവാഗിന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ നതു നിഖിലമന ത്വൽപതൽ വിപ്രവര്യ. ഭൂമൻ ആ വാക്ക് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നിഷ്കമ്പേ നിത്യപൂർണേ. ഇത് വരുന്നത് 1-ാം ദശകത്തിൽ 4-ാം ശ്ലോകം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തതാത്മാ കസ്മാനോ നിഷ്കളസ്തം സകളയിതി വദ ത്വൽക്കലാസേവ ഭൂമൻ. ആ ഭൂമൻ എന്നുള്ള പ്രയോഗമൊക്കെ ഭട്ടതിരിപ്പാട് 2-3 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉണർത്തുന്നവർ, ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സ് നടത്താം. ആ മനസ്സിനെ സ്വാർത്ഥ സുഖങ്ങളിൽ ഉറപ്പിക്കുന്ന അസുരൻ്റെ പേരാണ്, സ്വാർത്ഥതയുടെ പേരാണ് ഹിരണ്യാക്ഷൻ. ഈ ഹിരണ്യാക്ഷനെ, നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥത, നമ്മുടെ ഉള്ളിലുള്ള അസൂയ, നമ്മുടെ ഉള്ളിലുള്ള ആസക്തികൾ, ഇതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ യജ്ഞവരാഹം വരണം. വരാഹത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? പന്നിയുടെ പ്രത്യേകത, എല്ലാ മാലിന്യത്തിലും ഇറങ്ങി ഇരുന്നാലും അതിനെ ഒരഴുക്കും ഒരു രോഗവും പറയൂ ബാധിക്കില്ല. ഇതുപോലെ നമ്മുടെ ഉള്ളിലൊരു വരാഹം വരണം. അതേത് വരാഹം? യജ്ഞവരാഹം. യജ്ഞം എന്നാൽ 2 കാര്യങ്ങളാണ് യജ്ഞം: സത്സംഗവും സാധനയും. ഏതാണ്? ഇത് രണ്ടും കൊണ്ടു നടക്കാൻ സാധിക്കുന്നതിൻ്റെ പേരാണ് യജ്ഞജീവിതം. നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ, ഇന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൂടെയൊക്കെ കേൾക്കാം, അല്ലേ? ധാരാളം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്, ഉണ്ടോ ഇല്ലയോ? ധാരാളം പാരായണങ്ങൾ, എന്ത് വേണമെങ്കിലും പഠിക്കാൻ ഇന്ന് സൗകര്യമാണ്. പണ്ടത്തെ ഇതിനേക്കാളും സൗകര്യമാണ്. ആണോ അല്ലയോ? അപ്പം നല്ലത് കേൾക്കുക, പഠിക്കുക. ഇന്നിപ്പം പണ്ടത്തെ ഇതിനേക്കാളും സൗകര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ സത്സംഗം കേൾക്കുക, പഠിക്കുക. അതുപോലെ തന്നെ ദിവസവും കുറച്ച് നേരം ഇരുന്ന് ജപസാധനകൾ ചെയ്യുക. ഇതിൻ്റെ പേരാണ് വരാഹം. ഇതിൻ്റെ പേരാണ് വരാഹം. അഹത്തെ വരിക്കണം. അഹം എന്ന വാക്ക് ഓർക്കണം നിങ്ങൾ. അഹമേവ സമേവാഗ്രേ നാന്യദ്യ സതസത്പരം പശ്ചാദഹം യഥേതശ്ച യോവശിഷ്യേത സുസ്മ്യഹം. അപ്പം എന്തുണ്ടാവും? നിങ്ങൾ ഈ നാമജപത്തിലൊക്കെ ക്രമേണ മുഴുകി നിങ്ങൾക്ക് മറ്റൊരു സുഖം വരും. അതിൻ്റെ പേരാണ് ആത്മസുഖം. എന്താണ്? ഒരാത്മസുഖം, ആത്മതൃപ്തി, ആത്മലയം. മനസ്സിലാവുണ്ടല്ലോ? മറ്റേത് സ്വാർത്ഥ സുഖം. ഏതാണ്? അവനവൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സുഖത്തിൻ്റെ പേരാണ് ഉറക്കെ പറയൂ, സ്വാർത്ഥ സുഖം. ഇത് ഒരാത്മസുഖം. ഇതിലൊരു രസം വരാനുണ്ട്, ഇതിലൊരു പിടി കിട്ടാനുണ്ട്. ഈ നാമജപത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിലങ്ങോട്ട് മനസ്സ് ചേർന്ന് കിട്ടാൻ ഇത്തിരി സമയമെടുക്കും. ഈ ഉഴുന്നൊക്കെ അരയ്ക്കുന്നത് പോലെ പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ ഗ്രൈൻഡറല്ല, പഴയ കാലത്ത് കല്ലിലാട്ടിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? പഴയ കാലത്തെ കല്ലിലാട്ടിയിട്ടുള്ളവർ, ആട്ടുകല്ലിലാട്ടിയിട്ടുള്ളവർ. വീട്ടുകാരെയല്ലേ ആട്ടിയത്? ആട്ടുകല്ലിൽ വീട്ടുകാരെ ആട്ടിയിട്ടുള്ളവർ ധാരാളം ഉണ്ടാവും. കല്ലിലാട്ടിയിട്ടില്ല.
അപ്പം അതിൽ ഉഴുന്നൊക്കെ ഇട്ടിട്ട് ആട്ടുന്ന സമയത്ത് ഈ ഉഴുന്നൊക്കെ ആദ്യം എന്ത് ചെയ്യും? ഇതൊന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ അതെന്ത് ചെയ്യും? തെന്നി തെറിച്ച് 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 ഉണ്ടോ ഇല്ലയോ? പുറത്തു പോവില്ലേ? നിങ്ങളതിനെ വീണ്ടും വീണ്ടും മാടി അകത്തേക്കാക്കും. പക്ഷെ അതൊന്ന് ഉടഞ്ഞങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊടിഞ്ഞ് 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 ഗ്രൈൻഡ് ചെയ്യും അല്ലേ? അവസാനം അതൊരു പേസ്റ്റായി കഴിഞ്ഞാൽ ഈ കുട്ടി വലിച്ചാൽ പോലും, അമ്മിക്കല്ലിനെ വലിച്ചാൽ പോലും വരില്ല. കാരണം അമ്മിക്കല്ലുമായിട്ട് അങ്ങോട്ട് ടൈറ്റായിട്ട് പോകും. അങ്ങനെയല്ലേ ഇത്? ആണോ അല്ലയോ? ഇത് തന്നെയാണ് മനസ്സും നാമവും തമ്മിലുള്ള ബന്ധം. മനസ്സിൽ നാമം അരഞ്ഞു കിട്ടാൻ വലിയ പാടാ. കാരണം എന്താണെന്ന് വെച്ചാൽ വേണ്ടാത്തത് അത്രയും അവിടെ നിറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നാമം അങ്ങോട്ട് അടുത്തേക്ക് കയറില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ചിലർക്ക് അങ്ങോട്ട് നാമം ചൊല്ലും ഉറക്കം വന്നു. ചിലർക്ക് നാമം ചൊല്ലുമ്പോഴേക്കും വാച്ചിലേക്ക് നോക്കി പോവാറായില്ലേ, മടുപ്പ് വന്നു. ഉണ്ടോ അങ്ങനെയുള്ളവരില്ലേ? എന്താവുന്ന വേണ്ടാത്തത് നിങ്ങൾ? നാമം ചൊല്ലുമ്പോഴേക്കും ബോറടിക്കുന്നവരില്ലേ? ഉണ്ടോ? ഇല്ല. നാമം ചൊല്ലുമ്പോഴേക്കും എണീറ്റ് പോകുന്നവരില്ലേ അവിടുന്ന്? കാരണം അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് അതിലിരിക്കാൻ, അത് ആസ്വദിക്കാൻ പറ്റില്ല. അത് തുടക്കം അങ്ങനെയാണ്. എന്നാൽ ക്രമേണ 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 അവസാനം ശ്രീരാമസ്വാമിയോട് പട്ടാഭിഷേകം കഴിഞ്ഞ് ഓരോരുത്തർക്കും ഓരോ സമ്മാനങ്ങൾ കൊടുക്കും ശ്രീരാമസ്വാമി. അങ്കദന് തോൾവളകൾ, അതുപോലെ തന്നെ വിഭീഷണ വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും മറ്റും, അതുപോലെ ജാമ്പവാന് കൊടുക്കും. ഓരോരുത്തർക്കും സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഹനുമാൻ സ്വാമിയോട് ചോദിക്കും, അങ്ങയ്ക്ക് ഞാനൊരു വരം തരാം, എന്താണ് വേണ്ടത് എന്ന് പറയും. രാമജപസ്മരണങ്ങളിൽ മാമകമാനസേ തൃപ്തിവരാ വിഭോ, മറ്റു വരം മമ വേണ്ട ദയാനിതേ, മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുണ്ടാവും. രാമജപസ്മരണങ്ങളിൽ മാമകമാനസേ തൃപ്തിവരാ വിഭോ, മറ്റു വരം മമ വേണ്ട ദയാനിതേ, മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുണ്ടാവും. ഇതാണ് നാമത്തിൻ്റെ മഹിമ. അതിലൊരു ലയം വേണം, അതിലൊരു രസം വേണം, അതിലൊരു രുചി വേണം. അത് സമയമെടുക്കും. പക്ഷെ ഒരിക്കൽ ആ രുചി വന്നാൽ അന്യത്ര സ്യാൽ രതിക്കുജെന്നാണ് ഭാഗവതം പറയാൻ. പിന്നെ വേറൊന്നിലും ഒരു രുചി വരില്ല. കാരണം അത്ര ഒരു ലയവും രസവും രുചിയും നാമത്തിനുണ്ട്. പക്ഷെ അതൊന്ന് ബ്ലഡിലേക്ക് ചേർന്ന് കിട്ടാൻ, മനസ്സിലേക്ക് ചേർന്ന് കിട്ടാൻ ഇത്തിരി സമയമെടുക്കും. കാലേന ആത്മനിവിന്ദതി. അതുകൊണ്ടാണ് ചെറുപ്പം മുതൽക്ക് തന്നെ ഇതൊന്ന് കൊണ്ടു നടന്നാൽ പ്രായമാകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. കൗമാര ആചരേത് പ്രാജ്ഞാധർമാൻ ഭാഗവതാനിക ദുർലഭം മാനുഷം ജന്മത്തതപ്യധ്രുവമർത്തതം. പ്രഹ്ലാദൻ്റെ വരികളാണ്. നാളെ കാണും നമ്മൾ. പ്രഹ്ലാദൻ പറയും, ചെറുപ്പത്തിലെ ഈ നാമജപമൊക്കെ തുടങ്ങിയാൽ പിന്നീട് പിന്നീട് ഇതിലങ്ങോട്ട് മുഴുകാൻ വളരെ എളുപ്പമായി. ഇത് ആർക്കും വേണ്ടാതെ ആവുമ്പോഴാണ് നാമം ചൊല്ലാൻ പോവുക. അപ്പോഴേക്കും മനസ്സിൽ വേണ്ടാത്ത എല്ലാ ദുഷ്ടത്തരവും നിറച്ചിട്ടുണ്ടാവും. എന്ത് നാമ കയറാൻ പോണത്? അപ്പം അതുകൊണ്ട് ഇതൊരു സംസ്കാരം നമുക്കുണ്ടാക്കി വെക്കണം. വീടുകളിലൊക്കെ വൈകുന്നേരം ആകുമ്പം കുറച്ച് നേരം ഇരുന്ന് നാമജപം. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കാലത്തെണീറ്റ് കുളിച്ച് പൂജാമുറിയിലൊക്കെ ഇരുന്നോ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരമൊക്കെ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുന്നൊരു സംസ്കാരം നമ്മുടെ വീടുകളിൽ വന്നാൽ ഒരു നഷ്ടപ്പെട്ടു പോയ പൈതൃകത്തെ, പാരമ്പര്യത്തെ, അതേപോലെ ആത്മീയമായ മനോബലത്തെ, ആത്മീയമായ ആത്മസുഖത്തെ നമുക്ക് ക്രമേണ നേടിയെടുക്കാം. ഇത് കൈവിട്ടിട്ട് വെറും വിദ്യാഭ്യാസം മതി എന്ന് കരുതിയാൽ വിദ്യാഭ്യാസമുള്ളൊരു ബുദ്ധി ഉണ്ടാവും. പക്ഷേ മനോബലമില്ലാത്തൊരു മനസ്സ് തകർത്ത് തളർത്തി ജീവിതം തളർത്തി തകർത്തി ആകെ താളം തെറ്റിച്ച് കളയും. അപ്പം എന്ത് ബുദ്ധി ഉണ്ടായിട്ടും പറയൂ കാര്യമില്ല. തളർന്ന മനസ്സിന് ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. അതാണ് നമ്മൾ ഇത്രയും അപകടങ്ങൾ കാണുന്നത്.